രീസ എന്ന ഇത്താത്തയും ലഈരിത്ത എന്ന അനുജത്തിയും കൂടി നദിയുടെ അടുക്കൽ വെള്ളമെടുക്കാൻ വേണ്ടി വന്നതായിരുന്നു. രണ്ട് സഹോദരിമാരും ആരാണെന്നറിയുമോ? ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്കളാണ്. ആ സമയത്ത് മലക്കുകൾ കോമള യുവാക്കളുടെ വേഷത്തിൽ അവിടെ വന്നിറങ്ങുകയാണ്. ആ സഹോദരിമാർക്ക് വെപ്രാളമായി. കാരണം സമുദായം ഇവരെ ഉപദ്രവിക്കുമോ എന്ന പേടിയാണ്. പ്രകൃതി വിരുദ്ധ ലൈംഗിക വീഴ്ച അഥവാ സ്വയംഭോഗം പരസ്യമായി വ്യാപകമായി ചെയ്യുന്ന സമുദായമാണ് അവിടെയുള്ളത്. ഈ യുവാക്കൾ സഹോദരന്മാരോട് സംസാരിച്ചു, തൽക്കാലം വിശ്രമിക്കാൻ ഒരു സ്ഥലം കിട്ടുമോ? രണ്ടുപേരും വേഗം വീട്ടിലേക്ക് ഓടി പിതാവിനോട് കാര്യങ്ങൾ സംസാരിച്ചു. പിതാവായ ലൂത്ത് നബിയും ബേജാറായി. വീട്ടിലേക്ക് ക്ഷണിച്ചാൽ സമുദായം ഒപ്പമുണ്ടാക്കുമോ എന്ന പേടി. വിളിച്ചില്ലെങ്കിലോ മറ്റുള്ളവർ അവരെ കൊണ്ടുപോയി ലൈംഗിക പീഡനം ചെയ്യുകയും ചെയ്യും. സ്വന്തം വീട്ടിലേക്ക് ക്ഷണിക്കുക തന്നെ. വിരുന്നുകാരായി അവരെ സ്വീകരിക്കുകയാണ്. ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫീൽ അലൈഹിമുസ്സലാം എന്നിവരായിരുന്നു കോമള യുവാക്കളുടെ കോലത്തിൽ അവിടെ വന്നത്. ലൂത്ത് നബി അലൈഹിസ്സലാം ആ സമുദായത്തെ ഒരുപാട് ഉപദേശിച്ചതാണ്. പക്ഷേ ഖേദമില്ല, പശ്ചാത്താപമില്ല. മറിച്ച് അഭിമാനവും സന്തോഷവും മാത്രമാണ് അവർക്ക്. പ്രവാചകനെ അവർ കളിയാക്കുകയും ചെയ്തു. ശിക്ഷ കൊണ്ടുവരൂ എന്നവർ ആക്രോശിച്ചു. ആ സമുദായം ചോദിച്ചു വാങ്ങിയ ശിക്ഷ കൊണ്ടുവരുവാൻ വേണ്ടിയായിരുന്നു ഈ മലക്കുകൾ ഈ വേഷത്തിൽ ഇവിടെ എത്തിയത്. പിന്നീട് സംഭവിച്ചത്, പ്രവാചകനോടും രണ്ട് പുത്രിമാരോടും സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറാൻ ആവശ്യപ്പെട്ടു. പിന്നീട് ഉഗ്ര ശബ്ദങ്ങൾ കേൾക്കുകയാണ്. ആ നാട് കീഴ്മേൽ മറിക്കപ്പെടുകയാണ്. പിശാച് വെറുതെ ഇരുന്നില്ല. പിൽക്കാലത്തും അവൻ്റെ ജോലി തുടർന്നു. ആൺകുട്ടികളെ ഭോഗിക്കാനുള്ള ആവേശം മനുഷ്യ മനസ്സുകളിൽ അവൻ ഇട്ടുകൊടുത്തുകൊണ്ടേയിരുന്നു. അത് കുറ്റകരമല്ലെന്ന തോന്നൽ അവരിൽ അവൻ നിലനിർത്തുകയും ചെയ്തു.